തുടരും എന്ന് പറയുന്ന സിനിമയും ഏതെങ്കിലും ഒരു രസകരമായ പത്രക്കുറിപ്പ് അല്ലെങ്കിൽ എവിടെയെങ്കിലും കണ്ടൊരു കാഴ്ച അങ്ങനെ എന്തെങ്കിലുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്? ഉറപ്പായിട്ടും. അത് സൗദി വെള്ളമൊക്കെ കഴിഞ്ഞപ്പോഴാണ് തുടരുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, വന്ന് കേൾക്കാൻ പറ്റുമോ, ലാലേട്ടന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഭയങ്കര ട്രിക്കി സിറ്റുവേഷനാണ്. നമുക്കിത് ലാലേട്ടനെ വെച്ച് പടം ചെയ്യാൻ ഓഫ് കോഴ്സ് ഇവിടുത്തെ ഏത് സംവിധാനോട് ചോദിച്ചാലും ലാലേട്ടനെ വെച്ച് പടം ചെയ്യുക എന്നുള്ളതാണ് അയാളുടെ ഏറ്റവും വലിയ അംബീഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ലാലേട്ടനായാലും മമ്മൂക്കയായാലും ഒക്കെ അവർ അത്രയും ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സിനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാനൊരു എൻ്റേതല്ലാത്ത ഒരു കഥ കേൾക്കാൻ പോകുന്നു. അപ്പം ഞാനത് കഥ കേട്ടിട്ട് എനിക്ക് കണക്റ്റ് ആയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ അഹങ്കാരിയായിട്ട് മാറും. അപ്പോൾ എനിക്കത് കണക്റ്റ് ആവണം. അപ്പം എൻ്റെ ടെൻഷൻ മൊത്തം ദൈവം ഇത് കണക്റ്റ് ആകുമോ, ഞാൻ എങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ കഥ ഞാൻ എങ്ങനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാനത് രജപുത്ര രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ 10-35 വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന വലിയ പ്രൊഡ്യൂസേഴ്സാണ്. അപ്പോൾ അവരുടെ മുന്നിലത് പക്ഷേ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരത് ആ രീതി അക്സെപ്റ്റ് ചെയ്തേനെ. അപ്പം ഞാൻ അവിടെ ചെന്ന്, അപ്പോൾ അന്ന് സുനിൽ എന്ന് പറഞ്ഞൊരു റൈറ്ററാണ് ഇതിൻ്റെ ബേസ് തോട്ട് ഇട്ടേക്കണത്. അപ്പോൾ ആ സുനിൽ ഇല്ല അവിടെ. സുനിലേട്ടൻ ഇല്ലാണ്ടാണ് എന്തേണ്ട രീതിയിലേക്ക് കഥ പറയണം. ഇങ്ങനെയാണ് തരണേ, ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് എന്ന് പറഞ്ഞൊരു 10 മിനിറ്റിൽ പുള്ളി അത് പറഞ്ഞ് ഇത് അവസാനിപ്പിച്ച്. അതിലൊരു എക്സൈറ്റിംഗ് ഫാക്ടർ ഉണ്ടായിരുന്നു. ഒരു ഡയറക്ടറെ എന്നാൽ അതിൻ്റെ അതൊരു നടന്ന സംഭവമോ അല്ലെങ്കിൽ അതിൻ്റെ അത് ലൈഫോ ഒന്നും കണ്ടെത്താൻ എനിക്ക് പറ്റില്ല. പക്ഷേ അതിൻ്റെ അതൊരു സിനിമ ചെയ്യാനുള്ളൊരു കണ്ടന്റ് അതിൻ്റെ അതുണ്ട്. ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് ഇൻട്രസ്റ്റിംഗ് ആണ്, എനിക്ക് ഇതിൻ്റെ ഒറിജിനൽ റൈറ്ററുമായിട്ട് എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് KR സുനിൽ എന്ന് പറഞ്ഞൊരു അദ്ദേഹം ഒരു ഫോട്ടോഗ്രാഫറാണ്, ഭയങ്കര രസമുള്ളൊരു ഫോട്ടോഗ്രാഫർ, ഭയങ്കര ലൈഫ് മാത്രം ക്യാപ്ചർ ചെയ്യുന്ന ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ അതായിരുന്നു എൻ്റെ അടുത്തേക്ക്. അയാൾ ലൈഫ് ക്യാപ്ചർ ചെയ്യുന്നൊരു ഫോട്ടോഗ്രാഫറാണെങ്കിൽ അയാൾ ആ ക്യാപ്ചർ ചെയ്തേക്കുന്ന ഏതെങ്കിലും ഒരു ഫോട്ടോഗ്രാഫിക് മൊമെൻറ്റിൽ നിന്നാണ് ആ സബ്ജക്റ്റ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതായിരുന്നു എൻ്റെ അന്വേഷണം. അപ്പോൾ ഞാനങ്ങനെ നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ പോയി, അദ്ദേഹത്തിൻ്റെ ബിനാലെ നടക്കുന്ന അവിടുത്തെ ഒരു ഫോട്ടോ പ്രദർശനം നടക്കുന്നൊരു സ്ഥലമുണ്ട്. അവിടെ പോയി ഞാൻ അദ്ദേഹമായിട്ട് കുറേ നേരം സംസാരിച്ചു. അപ്പം സംസാരിക്കുമ്പോഴൊക്കെ അദ്ദേഹം ഈ സിനിമ അങ്ങനെയാണെന്നൊക്കെ പറയുന്നത് എനിക്ക് ആ മൊമെൻറ്റ് കിട്ടണില്ല. അപ്പം ഞാനിങ്ങനെ സുനിലേട്ടാ എന്താണ് ഈ സിനിമയിലേക്ക് എത്താനുള്ള കാരണം? അപ്പോൾ ആ സമയത്ത് പുള്ളി പറഞ്ഞു, പുള്ളി പറവൂർ വഴി ഇങ്ങനെ ഒരു ദിവസം ബസ്സിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരാൾ ഒരു മതിൽമേ ചാരി ഒരു കാറ് നോക്കി നിൽക്കുന്നൊരു ഒരു ചിത്രം കണ്ടു. അത് എൻ്റെ സിനാരിയോ പറഞ്ഞാൽ കുറച്ചും കൂടി സിനിമയിലേക്ക് അടുക്കും, അതുകൊണ്ട് ഞാനത് പറഞ്ഞില്ല. പക്ഷെ ഒരു മതിലിന്മേൽ നിന്ന് ഒരു മതിലിന്മേൽ ഇങ്ങനെ ചാരി നിന്ന് ഒരാൾ കിടക്കുന്നൊരു കാറും നോക്കിയിരിക്കുന്നു എന്ന് പറയുന്നത് എൻ്റെ മനസ്സിലത് അതിൽ നിന്നാണ് ഞാൻ അതിൻ്റെ മുമ്പും പിൻപും ഒക്കെ ആലോചിക്കുന്നത്. ഫോർ മീ അത് മതി, എനിക്കത് കിട്ടി, എനിക്ക് ആ കാഴ്ച കിട്ടി, എനിക്ക് അയാൾ ആ പറയുന്ന ഇമോഷൻ കിട്ടി, എനിക്ക് ആ പറയുന്ന ഫോട്ടോഗ്രാഫിക് ഫ്രെയിം കിട്ടി. അപ്പം ഞാൻ ഞാൻ പറഞ്ഞു ഇത് മതി, ബാക്കി നമുക്ക് പൊളിക്കാം എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഓരോ ഏരിയയും വർക്ക് ചെയ്യുകയും ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനൊരു സംഭവം നടക്കുമെന്ന് എനിക്ക് അതിൻ്റെ ബേസിക് തോട്ടിട്ട കഥാകാരൻ എന്നെ ബിലീവ് ചെയ്യിച്ചു. അപ്പോൾ എനിക്ക് ഇനി ഈസിയാണ് പ്രേക്ഷകനെ ബിലീവ് ചെയ്യിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് എഴുതി സ്ക്രിപ്റ്റൊക്കെ എഴുതി വർക്ക് ചെയ്യണ സമയത്ത് ഞാൻ പെട്ടെന്ന് ആ കൈൻഡ് ഓഫ് ഒരു സീക്വൻസ് എടുക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് സുനിലേട്ടനെ വിളിച്ചു, സുനിലേട്ടാ നിങ്ങൾ അന്ന് കണ്ട കാഴ്ച ഒന്നുകൂടി എന്നൊക്കെ പറയാൻ പറഞ്ഞു. ഞാനിങ്ങനെ നോക്കിയിരിക്കുമ്പം ബസ് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരാൾ മതിലുമേൽ താടിയും വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ കൈക്ക് കൈയും വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ കണ്ട കാഴ്ച. ഞാൻ പറഞ്ഞു ആ സീൻ നമുക്ക് ഷൂട്ട് ചെയ്യാമെന്നുള്ളത്, കാരണം അത് എനിക്ക് ബിലീവ് ചെയ്യാനാണ്. ഞാൻ ഇതിങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആ സീൻ ലാലേട്ടനെ വെച്ച് ആ സീൻ ഷൂട്ട് ചെയ്തൊരു മതിലുമേൽ താടിക്ക് കൈയും വെച്ച് ഒരാൾ ഒരു കാറ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ആ സീൻ ഷൂട്ട് ചെയ്ത് അതിപ്പോൾ സിനിമയിലുണ്ട്. എനിക്ക് കാണണം, എനിക്ക് ഇവിടെ എത്തിയ സ്ഥിതിക്ക് എനിക്ക് കാണാനുള്ള ആകാംക്ഷയായി.